അപ്പൊ ഗൈസ് നിങ്ങൾ മുണ്ടണ്ട. ഹേ ഗൈസ്, അപ്പൊ ഇന്നൊരു ഫുഡിന്റെ വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ കാസർഗോഡിലിന കൊട്ടമ്പീരം എന്ന് പറയും. നിങ്ങളവിടെ എന്ത് പറയും? ഈ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ ഈ വീഡിയോ ആണ് കൂടുതൽ പേരും കണ്ടിട്ടുണ്ടായിരിക്കുക. കാരണം ഞാനും ഈ അക്കൗണ്ട് ഫസ്റ്റ് കാണുന്നത് ഈ വീഡിയോ കാണുമ്പോഴാണ്. ഈ വീഡിയോ പോസ്റ്റ് ആ ടൈമിൽ തന്നെ ഈ വീഡിയോ കണ്ടാണ് ഞാൻ ആദ്യത്തെ ഇങ്ങനെ ഒരു ആളെ കാണുന്നത്. ഇങ്ങനെ കുട്ടി ആത്മഹത്യ ചെയ്യുന്നല്ലേ, ഫാമിലി ഇഷ്യൂസ് ആണ്, വീട്ടിലുണ്ടായ കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് കാരണം. മുന്നൊരു വിവാഹം കഴിഞ്ഞതാണ്, അത് ഡിവേഴ്സായി, അതും തമ്മിൽ യാതൊരു ബന്ധമില്ല, പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നിലവിൽ വേറൊരു റിലേഷൻ ഉണ്ട്, ആ പയ്യനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വരുന്നില്ല, കേസായിട്ടുള്ള കാര്യം കൊണ്ട് അറിയാത്ത കാര്യങ്ങൾ പറയുന്ന കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമാണോ? ലൈഫിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനമായിരിക്കും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം, ഈ സാധനം വരുന്നു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം, ഈ സാധനം. ഇത് ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ആണ്, ആൺകുട്ടി പെൺകുട്ടി ഒന്നുമില്ല, കിടക്കാൻ സ്ഥലമില്ലാത്തവര്, ഉടുക്കാൻ തുണിയില്ലാത്തവര്, ഭക്ഷണമില്ലാത്തവര്, ഇഷ്ടം പോലെ പേര് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത്. അവർ പോരാടുന്നുണ്ട് ലൈഫിനോട്. അതുപോലെ അംഗവൈകല്യമുള്ളവർ ഒരുപാട് പേര്, കാഴ്ചയില്ലാത്തവര്, കൈയില്ലാത്തവര്, കാലില്ലാത്തവര്, അല്ലെങ്കിൽ മറ്റു മാരകമായ അസുഖങ്ങളുള്ളവർ, ഇതിനൊക്കെ തീരുമാനിക്കുകയാണ് ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ആത്മഹത്യ ചെയ്താൽ പോയെ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർ അത് എന്താ പറയാ, ജീവിതത്തെ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട്. പക്ഷെ ഈ പറയുന്ന കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു കയ്യിൽ. ഒരാളും സപ്പോർട്ടില്ലെങ്കിലും, ഒരാളില്ലെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്നായിക്കോട്ടെ, നാട്ടിൽ നിന്നായിക്കോട്ടെ, ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ, ഈ പറയുന്ന റിലേഷൻ ആയിക്കോട്ടെ, ഒരാൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വന്തമായിട്ട് കയ്യിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ വരുമാനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ നല്ല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത ഒരു കുട്ടിയാണിത്. ഇതിന്റെ ബ്ലോഗായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലാംഗ്വേജ് എടുത്ത് എല്ലാവർക്കും ഇടയിലും സംസാരിച്ചുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്തുന്ന ആൾക്കാർക്കിടയിൽ 2 ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ ഫോളോ ചെയ്യുകയും മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ഒരു കുട്ടിയാണ്. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇതെല്ലാം ജീവിത മാർഗമായിരുന്നു, വരുമാനം ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഇതുപോലും ഇല്ലാത്ത ഒരുപാട് പേര് എത്രത്തോളം സ്ട്രഗിൾ അനുഭവിച്ച് ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷെ ഇനി ഇതുപോലെ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ പരിഹാരമല്ല. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളില്ലാത്തോ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ആളില്ലാത്തതാണെങ്കിൽ എന്നെ വിളിച്ചോ. അത് ആൺകുട്ടി ആയിക്കോട്ടെ, പെൺകുട്ടി ആയിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത ആണെങ്കിൽ കൂടിയിട്ട് ഞാൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടപ്പോൾ എന്താ പറയാ, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരം അല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കും. നിങ്ങൾ ലൈഫിൽ ഒരു പോരാട്, ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. അത് അതിനൊരു അവസരം, അല്ലെങ്കിൽ മുന്നില്ലാത്തവർ പോലും അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ കയ്യിലൊരു അവസരമുള്ള ഒരു വ്യക്തി, ഒരു പ്ലാറ്റ്ഫോംസ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി, റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫ് അറിയാം, പക്ഷെ ലൈഫിൽ വിജയിച്ചേ പറ്റൂ. അത് ഇതൊരു പരിഹാരമല്ല. അങ്ങനെ ഒരു ആ പരിഹാരത്തിലേക്ക് ആരും പോകാണ്ടിരിക്കുകയാണ് വേണ്ടത്.